ഇന്നത്തെ എൻ്റെ വീഡിയോ ബലിതർപ്പണത്തിന് സൗകര്യമുള്ള ഒരു ക്ഷേത്രത്തെ പറ്റിയാണ്. തിരുവനന്തപുരത്ത് പ്രൗഢിക്കുളത്തിന് അടുത്തായി കേരളാദിത്യപുരം എന്ന സ്ഥലത്ത് കേളമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളുമായിട്ടാണ്. ചക്രഗദാധര അക്ഷയപുണ്ഡരീകാക്ഷ വേദമുക്തി പ്രമോഭവ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ. തിരുവനന്തപുരത്ത് അടുത്തുള്ള ക്ഷേത്രമാണ് ഇത്. ആർക്കും കൂടുതൽ അറിയാൻ പറ്റുന്നില്ല ഈ ക്ഷേത്രത്തെപ്പറ്റി. ഞങ്ങളും കുറച്ച് നാളായിട്ടുള്ള ഈ ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒത്തിരി നമുക്ക് മനസ്സിന് സന്തോഷമാണ് കിട്ടുന്നത്. നമ്മൾ ഈ കാണുന്ന രൂപങ്ങളും ഭാവങ്ങളും എല്ലാം ഭാവാതീതമായിരിക്കുന്ന നിത്യസത്യമായ ഒരേ ഒരു സത്യം തന്നെയാണ് ദൈവം, അഹം ബ്രഹ്മാസ്മി. നമ്മൾ ഓരോരുത്തരും അത് തന്നെയാണ്. സ്വാമി ശരണം. സാർ പറഞ്ഞോളൂ. അതായത് വളരെ അരക്ഷിതാവസ്ഥയിലായിരുന്നു. ഇന്ന് കാണുന്ന യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഡെവലപ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ചുറ്റുമതിൽ കെട്ടില്ല, അതുപോലെ കൊടിമരമില്ല, അതുപോലെ തന്നെ വാതിലൊന്നുമില്ല. ചെറിയ ക്ഷേത്രമായിരുന്നു. അത് കാലാന്തരത്തിൽ ഇങ്ങനെ സപ്തമാതൃക്കളുടെ ആ സന്നിധി പണ്ടേ ഉണ്ട്. വളരെ കാലം മുൻപ് തന്നെ അതവിടെ ഉണ്ട്. അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഒരർത്ഥത്തിൽ. ആ പ്രദേശത്തിൻ്റെ മഹത്വം അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത് ബലികർമ്മങ്ങൾ നടത്തുന്നതിന് എല്ലാ ദിവസവും ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട്. ഒരു വർഷം തന്നെ ഏതാണ്ട് ദേവസ്വം ബോർഡിന് 7 ലക്ഷത്തിൽ പരം രൂപ വരുമാനം ആ ഒരൊറ്റ സ്ഥലത്തു നിന്ന് ലഭിക്കുന്നുണ്ട് ഈ ബലികർമാദി നടത്തുന്നതിലൂടെ. അതുപോലെ കഴിഞ്ഞ 28 വർഷമായി മുടങ്ങാതെ നമ്മളിവിടെ ഈ സപ്താഹ യജ്ഞം നടത്തുകയാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ഭംഗിയായിട്ട് ഓരോ രീതിയിൽ. ഇതിന് പുറമെ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടുത്തെ നാമസങ്കീർത്തനം എന്നുള്ളത് ഒരു ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ പ്രശസ്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിലെല്ലാ ദിവസവും ഇപ്പോൾ ഭാഗവത പാരായണം നടക്കുകയാണ്. എല്ലാ ദിവസവും അതിൽ പാരായണ സമിതി ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ 25 അംഗങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. ഇതിൽ കഴിയുന്നവരെല്ലാവരും 15-20 ഓരോ ദിവസവും വൈകുന്നേരം സന്ധ്യയ്ക്കുള്ള ദീപാരാധന കഴിഞ്ഞാൽ അടുത്ത അത്താഴ ദീപാരാധനയ്ക്ക് മുമ്പ് വരെയുള്ള സമയം ഭാഗവതം വായിക്കുകയും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ ആശയം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എല്ലാ വ്യാഴാഴ്ചയും കഴിഞ്ഞ 3 വർഷം 2022 മുതൽ ഞങ്ങളിവിടെ വിഷ്ണു സഹസ്രനാമ പാരായണം എല്ലാ വ്യാഴാഴ്ചയും നടത്തുകയാണ്. ഇതുവരെ ഇത് മുടങ്ങിയിട്ടില്ല, കൃത്യമായിട്ട് നടത്തുകയാണ്. അതുപോലെ തന്നെ ആ വിഷ്ണു സഹസ്രനാമ പാരായണത്തിന് മുമ്പായിട്ട് ഭഗവത്ഗീത ക്ലാസ് നടത്തുന്നുണ്ട്. ബുധനാഴ്ച ദിവസം ഇപ്പോൾ നാരായണീയം പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത് നടന്നു വരികയാണ്. പിന്നെ ക്ഷേത്രത്തിലെ കൊടിമരമൊക്കെ വളരെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ നാട്ടുകാരുടെ ശ്രമം കൊണ്ടാണ്. പണ്ട് കാലത്ത് ഇത്രയും ജനങ്ങളൊന്നും ഇവിടെ എത്തുമായിരുന്നില്ല, പരിസരവാസികളൊക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി അറിഞ്ഞ് ഇവിടെ എത്തുകയാണ്. അത് പടിഞ്ഞാറോട്ട് ദർശനമായ ധന്വന്തരി ഭാവത്തിലുള്ള ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ്. ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു ഇവിടെ വരുന്ന പ്രതിഷ്ഠയാണ്. ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു സകാരാത്മകമായ ഊർജം ഓരോ മനുഷ്യനും കിട്ടും. ദീപാരാധന സമയത്ത് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നവർക്കറിയാം. അത് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഭഗവാന്റെ കൃപയാൽ യാതൊരു തരത്തിലുള്ള ഈ ദുർനിമിത്തങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശങ്ങൾ സംഭവിച്ചിട്ടില്ല. അതൊരു അനുഗ്രഹമാണ്. ഉത്തരോത്തരം ഈ പ്രദേശവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഞങ്ങളുടെ ധാരണ ഭഗവത് കൃപ തന്നെയാണ്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതിയിൽ നിന്ന് രക്ഷിക്കുന്നതാണ്, രക്ഷിക്കേണ്ടതാണ് ക്ഷേത്രം. അത് വേണ്ട രീതിയിൽ പരിപാലിച്ച്
ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിയാൽ മാത്രമേ ആ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഭാഗവത പാരായണമുണ്ട്, രാവിലെ വായന കഴിച്ചിട്ടൊക്കെയാണ് 9 മണി വരെ തുടരും. അപ്പോൾ ഈ സപ്താഹമാണ് ഒരു വളരെ വലിയൊരു കാര്യമാണ്. ധാരാളം അംഗങ്ങൾ പങ്കെടുക്കാറുണ്ട്. ചെറിയ രീതിയിലൊക്കെ അന്നദാനവും കൂടി ആ ദിവസങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ വളരെ വിശ്വസ്തമായ രീതിയിലുള്ള ക്ഷേത്ര ഭരണസമിതിയുണ്ട്. പുരാണ പാരായണത്തിലൊക്കെ ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ്സൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് നാരായണവും ഞാൻ പഠിപ്പിക്കുന്നത് പോകുന്നുണ്ട്. എന്തായാലും ശരി, ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഏറ്റവും പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സപ്തമാതൃക്കൾ സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ തികച്ചും ഈശ്വരീയമായ ഒരു ചൈതന്യം കളിയാടുന്ന സ്ഥലമാണ്. പണ്ട് മുനീശ്വരന്മാർ അവിടെ തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനൊന്നും തെളിവ് നമുക്ക് കഴിയില്ല, എങ്കിലും ഐതിഹ്യം അനുസരിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് മഹർഷിമാരാണെന്നും അതിനുശേഷം അവർ സപ്തമാത അവിടെ ആ ഭാഗത്ത് പോയിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞത് തപസ് ചെയ്തിരിക്കുമെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പടിഞ്ഞാറോട്ട് ദർശനമായ ഒരു ക്ഷേത്രമായിട്ട് വരുന്നത്. പിന്നെ തൊട്ട് പിന്നിൽ കൂടി അതിൻ്റെ ഒരു നദി ഒഴുകുന്നുണ്ട്. ചെറിയ നദിയാണ്. പണ്ട് കുറച്ചുകൂടെയൊക്കെ വ്യാപ്തി ഉണ്ടായിരുന്നു. അത് തന്നെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രകൃതി, ഈ പ്രദേശം തന്നെ ഈശ്വര ചൈതന്യം കളിയാടുന്നതാണ്, യാതൊരു സംശയവും. വളരെ എല്ലാ ജനങ്ങൾക്കും ഉത്തരോത്തരവും ഓരോ പ്രദേശത്തുനിന്ന് ആൾക്കാരോട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ എന്തെങ്കിലും അറിയാൻ നന്നായി. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മളിവിടെ ദിനം പ്രതി ബലിതർപ്പണം വീണ്ടുമുള്ള ആൾക്കാരോട് വളരെ തൃപ്തരായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെ തൃപ്തരായിട്ട് ബലികർമ്മം നടത്തിയ ശേഷം ഇവിടെ വന്ന് ഭഗവാൻ അർച്ചനയും നടത്തിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ രീതിയിലൊക്കെ ധാരാളം വരുമാനം നേരത്തെക്കാൾ ഈ ക്ഷേത്രത്തിന് ലഭിച്ചു.